കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലേണിംഗ് ഡിസബിലിറ്റീനെ പറ്റിയായിരുന്നു. അതിൽ ഒരുപാട് ആളുകളിൽ വന്നിരിക്കുന്ന സംശയമാണ് പഠന ബുദ്ധിമുട്ടും പഠന വൈകല്യവും തമ്മിലുള്ള വ്യത്യാസം, ലേണിംഗ് ഡിസബിലിറ്റിയും ലേണിംഗ് ഡിഫിക്കൽട്ടിയും തമ്മിലുള്ള വ്യത്യാസം. പഠന ബുദ്ധിമുട്ടിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം കുട്ടികളുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് ആവാം, അതുപോലെ തന്നെ കുട്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, ടീച്ചേഴ്സിൻ്റെ പഠിപ്പിക്കുന്നതിലുള്ള മെത്തേഡ്സിലുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം, മെമ്മറി ഇഷ്യൂസ്, സെൻസറി ഇഷ്യൂസ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് സംഭവിക്കാറുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റിയിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ IQ സ്കോർ ആവറേജ് ആയിരുന്നിട്ടും കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, IQ സ്കോർ എന്ന് പറയുമ്പോൾ 90 മുതൽ 110 വരെയാണ് IQൻ്റെ ഒരു ആവറേജ് സ്കോർ വരുന്നത്. ആ ഒരു സ്കോർ ഉണ്ടായിട്ടും കുട്ടികളിൽ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് പഠിക്കുന്ന കാര്യങ്ങളിൽ വരികയാണെങ്കിൽ നമുക്കതിനെ ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് കണക്കാക്കാൻ കഴിയും. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ പഠനവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ മാത്രമാണ് കാണാറ്. അവരുടെ സോഷ്യൽ അഡാപ്റ്റീവ് സ്കിൽസ് എല്ലാം നോർമലാണ്. കാരണം അവർക്ക് മറ്റു കുട്ടികളുമായിട്ട് കളിക്കാനും അവരുടെ ഏജിനനുസരിച്ച് ബിഹേവിയേഴ്സ് കാണിക്കുകയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലെല്ലാം അവർ വളരെ നോർമലായിരിക്കും. പ്രധാനമായിട്ടും 3 തരത്തിലാണ് ലേണിംഗ് ഡിസബിലിറ്റി കാണാറ്: ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, അതുപോലെ തന്നെ ഡിസ്കാൽക്കുലിയ. ഡിസ്ലെക്സിയയിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. കുട്ടികൾക്ക് വളരെ പതിയായിരിക്കും അവർ വായിക്കുന്നുണ്ടാവുക. നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ വായിക്കാൻ അവർക്ക് കഴിയില്ല. ചില വാക്കുകളൊക്കെ അവർക്ക് മിസ്സായി പോകും വായിക്കുന്ന സമയത്ത്. എഴുതിയിട്ടില്ലാത്ത വാക്കുകൾ അവർ വായിക്കും. അതുപോലെ തന്നെ എന്താണോ എഴുതിയിട്ടുള്ളത് അതുപോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയില്ല. വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവർക്ക് പഠിക്കാനായിട്ട് കഴിയില്ല. ഇതാണ് ഡിസ്ലെക്സിയ കാറ്റഗറിയിലുള്ള കുട്ടികളിൽ വരുന്ന ബുദ്ധിമുട്ട്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഡിസ്ഗ്രാഫിയ. കുട്ടികളിൽ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും കാണുന്നത്. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് അക്ഷര തെറ്റുകൾ വരുത്തുക, വരികൾക്കിടയിൽ സ്പേസ് വിട്ടിട്ട് എഴുതുക, നമ്മളൊരു കാര്യം പകർത്തി എഴുതാൻ പറഞ്ഞാൽ അതിന് കൃത്യമായിട്ട് എഴുതാൻ പറ്റാതെ വരിക, കുട്ടികളുടെ കൈയക്ഷരമൊക്കെ വളരെ മോശമായിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്ക്. നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. കണക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് കുട്ടികൾ ഫേസ് ചെയ്യാറ്. സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് പോലും കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പം ഹരിക്കുക, ഗുണിക്കുക, അതുപോലെ തന്നെ കൂട്ടുക, കുറയ്ക്കുക എന്ന് പറയുന്ന സിമ്പിൾ കോൺസെപ്റ്റ് പോലും കുട്ടികൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാൽക്കുലേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ഇഷ്യൂ ആണിത്. കുട്ടികളിലെ ലേണിംഗ് ഡിസബിലിറ്റീനെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. കുട്ടികളുമായിട്ട് കൂടുതൽ ഇടപെടുന്ന രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമാണ് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുക. കുട്ടികൾ ലേണിംഗ് ഡിസബിലിറ്റിയുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്യുക. അവിടുന്ന് IQ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യും. കുട്ടിയുടെ IQ ലെവൽ സ്കോർ ആവറേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീൻ്റെ ടെസ്റ്റും കാര്യങ്ങളും ചെയ്ത് ലേണിംഗ് ഡിസബിലിറ്റീൻ്റെ ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള റെമഡിയൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സോ അല്ലെങ്കിൽ ചൈൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോ ആയിരിക്കും റെമഡിയൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുട്ടികളിൽ അവരുടെ സെൽഫ് എസ്റ്റീം വളരെ ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സെൽഫ് എസ്റ്റീമിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്സും കാര്യങ്ങളും അതുപോലെ തന്നെ എൻകറേജ്മെൻറ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി പൂർണ്ണമായിട്ടും മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും അതിനെ മാറാനായിട്ട് സാധിക്കില്ല. അതിൽ ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ പഠന കാര്യങ്ങളിലായിരിക്കും അവർക്ക് കൂടുതലായിട്ടും ബുദ്ധിമുട്ടുകൾ കാണുക. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഒരു ഏരിയയിൽ അവർക്ക് നല്ല രീതിയിലുള്ളൊരു കഴിവുണ്ടാവും. അത് പേരൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ എക്സൽ ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട സ്കിൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ, റിച്ചാർഡ് ബ്രാൻസൺ, സ്റ്റീവൻ സ്പീൽബർഗ് പോലുള്ള പല ആളുകളിലും ലേണിംഗ് ഡിസബിലിറ്റി ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് കാണണ്ട. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എബിലിറ്റീസ് ഉണ്ട്, യുണീക്ക് എബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ കഴിവിനെ അഡ്രസ്സ് ചെയ്ത് അതിന് വേണ്ടുന്ന അവർക്ക് വളർന്നു വരാനുള്ള ഹെൽപ്പും കാര്യങ്ങളും ചെയ്ത് അവരെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാം.